ഹായ്, ഫേസ്ലെസ് ആണ്. ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ളത് അവിടുത്തെ മരുന്നുകളുടെ വിതരണമാണ്. ഇപ്പോ അതിനെക്കുറിച്ചൊരു ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുകൾ വിതരണം നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള മരുന്ന് വിതരണം നിലച്ചതോടെ മരുന്നിനായി രോഗികൾ നെട്ടോട്ടത്തിലാണ്. മെഡിക്കൽ കോളേജിലെ ന്യായവില മെഡിക്കൽ ഷോപ്പുകളിൽ പല മരുന്നുകളും കിട്ടാനില്ല. ഇതോടെ ഉയർന്ന വില കൊടുത്ത് പുറത്തെ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. മെഡിക്കൽ കോളേജിൽ ന്യായവില മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറുകളിലെ പല മരുന്നുകളും വിതരണത്തിനില്ല. ഇതോടുകൂടിയാണ് ഇവിടുത്തെ രോഗികൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. പല വില കൂടിയ മരുന്നുകളും ഇല്ല എന്ന് പറഞ്ഞ് ന്യായവില മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് പേഷ്യൻസിനെ പറഞ്ഞു വിടുകയാണ്. ഈ ന്യായവില മെഡിക്കൽ ഷോപ്പിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ക്യൂ ഒന്നും കാണാൻ പോലുമില്ല. ആളുകളൊക്കെ തന്നെ പുറത്തുള്ള കടകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഇതുമൂലം പുറത്തുള്ള മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന, അതായത് പ്രൈവറ്റ് ആയിട്ട് മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവർക്ക് ചാകരയാണ്. പുറത്തുള്ള മെഡിക്കൽ സ്റ്റോർ മൊത്തം കൊള്ളയാണ്. ഒരു സ്ഥലത്ത് പറയും 1250, ഒരു സ്ഥലത്ത് പറയും 2300, ഒരു സ്ഥലത്ത് പറയും 800. ഇത് ഫുട്പാത്തിൽ ചെരുപ്പ് കച്ചവടം, ഈ പാത്ര കച്ചവടം ഒക്കെ ചെയ്യൂലേ, അതേമാതിരിയാണ് ഇവിടുത്തെ പുറമുള്ള മെഡിക്കൽ സ്റ്റോറുകൾ പറയുന്നത്. അപ്പൊ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു അനാസ്ഥയാണ്. മരുന്ന് വിതരണക്കാർക്കുള്ള പൈസ 80 കോടിയായി, അതായത് കുടിശ്ശിക പൈസ 80 കോടിയിലധികമായിട്ടുണ്ട്. 80 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ വിതരണക്കാർക്ക് കിട്ടാനുള്ളത്. അതുകൊണ്ടാണ് 10-ാം തീയതി മുതൽ ഈ മരുന്ന് വിതരണം നിർത്തിവെക്കുന്ന കാര്യം അവർ നേരത്തെ അറിയിച്ചിരുന്നു. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്തയച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ സംഘടന പറയുന്നത്. അതോടുകൂടി അവർ ഈ മരുന്ന് വിതരണം അങ്ങ് നിർത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ പാവപ്പെട്ട രോഗികൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ഇവിടെ മെഡിസിൻ സ്റ്റോക്ക് ഇല്ല. അപ്പൊ ഞാൻ പുറത്തു പോയി കുറെ വാങ്ങി. അപ്പൊ നല്ല എമൗണ്ട് ആയിരുന്നു. ഇപ്പം 1000-something വെള്ളായി. അതും സാധാരണ രോഗങ്ങളുടെ മരുന്നുകളൊന്നും അല്ല ഇല്ലാത്തത്. ക്യാൻസർ, കാർഡിയോളജി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രോഗങ്ങളുടെയൊക്കെ മെഡിസിൻ, വളരെ വില കൂടിയ മെഡിസിനുകളാണ് ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് രോഗികളെ തിരിച്ചയക്കുന്നത്. ഇതിന്റെയൊക്കെ മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുമ്പോൾ അതിഭീമമായ തുകയാണ് പേഷ്യൻസിന് ചെലവാക്കേണ്ടി വരിക. സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഗവൺമെന്റ് ഒരു മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കാവെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു മാസത്തെ കുടിശ്ശിക കൊണ്ട് ഒന്നും ആകില്ല എന്നാണ് മരുന്ന് വിതരണക്കാര് പറയുന്നത്. മൊത്തം കുടിശ്ശിക അടയ്ക്കാതെ മരുന്ന് വിതരണം തുടങ്ങുകയില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണെങ്കിലും ഇതൊക്കെ കൊണ്ട് ലാഭമുണ്ടാക്കുന്നത് പുറത്ത് ഉള്ള മെഡിക്കൽ സ്റ്റോറുകാരാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അല്ല എങ്കിൽ ഇവിടെ എന്തിനാണ് ഒരു ഭരണ സംവിധാനം? ബൈ.